സമൂഹ മാധ്യമങ്ങളിലൂടെ ശബരിമല അയ്യപ്പനെ അധിക്ഷേപിച്ച സംഭവത്തിൽ ആക്ടിവിസ്റ്റ് രഹന ഫാത്തിമയ്ക്കെതിരായ കേസ് നിർത്തിവെച്ച് പത്തനംതിട്ട പോലീസ്. വിവാദ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മെറ്റയിൽ നിന്ന് ലഭ്യമാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസിൻ്റെ തുടർ നടപടി നിർത്തിവെക്കുന്നത്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, എന്തായാലും രഹന ഫാത്തിമയെ സംരക്ഷിക്കാൻ തന്നെയാണ് ഇങ്ങനെ ഒരു ന്യായം പറഞ്ഞ് മുട്ടുന്യായം പറഞ്ഞ് ഇപ്പോൾ പോലീസ് തടി തപ്പുന്നത് എന്ന് വ്യക്തമാണ്. കാരണം ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ FIR രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ വർഷങ്ങളായി. ശബരിമല ആ പ്രക്ഷോഭകാലത്താണ് ഇത്തരമൊരു പോസ്റ്റ് രഹന ഫാത്തിമ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടത്. പക്ഷേ അന്വേഷണം ഇഴഞ്ഞ് നീങ്ങുന്നു. ഏറ്റവും ഒടുവിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ മിഥുൻ? അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രഹന ഫാത്തിമയെ സംരക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇത്തരത്തിൽ മുട്ടുന്യായം പറഞ്ഞുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. 2018 ശബരിമല യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ടാണ് രഹന ഫാത്തിമ അയ്യപ്പ വേഷമണിഞ്ഞ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നത്. ഇത് വ്യാപകമായിട്ടുള്ള വിവാദത്തിനും വിമർശനത്തിനും വഴിവെച്ചിരുന്നു. മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലാണ് രഹന ഫാത്തിമ ചിത്രം പങ്കുവച്ചത് എന്നുള്ളതായിരുന്നു വ്യാപകമായി ഉയർന്ന വിമർശനം. ഇതിനെതിരെയാണ് BJP നേതാവായ രാധാകൃഷ്ണ മേനോൻ പോലീസിൽ പരാതി നൽകുകയും പിന്നീട് FIR ഇട്ട് തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. ഹൈന്ദവ വികാരം മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ അയ്യപ്പനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ശബരിമല ക്ഷേത്രത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ രഹന ഫാത്തിമ അയ്യപ്പ വേഷം അണിഞ്ഞ് നിൽക്കുന്ന ചിത്രം വ്യാപകമായിട്ട് സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കുകയും ഒക്കെ ചെയ്ത് ഇതിന്റെ തെളിവുകളടക്കം പോലീസിന് ലഭ്യമാവുകയും ചെയ്തിരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ തുടർ നടപടികൾ പത്തനംതിട്ട പോലീസ് നിർത്തിവെച്ചിരിക്കുന്നത്. 2018 ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മെറ്റയിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഫേസ്ബുക്ക് കമ്പനിയിൽ നിന്നും ലഭ്യമാകുന്നില്ല എന്നുള്ള ന്യായീകരണം പറഞ്ഞുകൊണ്ടാണ് പോലീസ് ഈ അന്വേഷണത്തിലുള്ള തുടർ നടപടികളെല്ലാം തന്നെ നിർത്തിവെച്ചിരിക്കുന്നത്. ഈ അന്വേഷണം ഏകദേശം നിർത്തിയ മട്ടിലേക്ക് പോകുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടിയാൽ മാത്രമേ തുടർ നടപടി ഉണ്ടാകാൻ സാധ്യമാവുകയുള്ളൂ എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന മറുപടി. ഇക്കാര്യം കേസിലെ പരാതിക്കാരനായ BJP നേതാവ് രാധാകൃഷ്ണ മേനോനെ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ തുടർ നടപടികളെല്ലാം നിർത്തിവെക്കുകയാണ് എന്നുള്ള കാര്യം മജിസ്ട്രേറ്റ് കോടതിയിലും പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തുടർ നടപടികളും കേസ് ഏകദേശം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് പോലീസ് നീങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഫേസ്ബുക്ക് കമ്പനിയിൽ നിന്നും മെറ്റയിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ള ന്യായീകരണം, ഇത് സംബന്ധിച്ചിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ ഈ കറുത്ത വേഷമണിഞ്ഞ് രഹന ഫാത്തിമ പ്രചരിപ്പിച്ച ആ ചിത്രമടക്കം സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു എന്നുള്ള വസ്തുതകൾ തെളിവുകൾ എല്ലാം നിലനിൽക്കുകയാണ്. നേരിട്ട് മെറ്റയിൽ നിന്നും ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്തനംതിട്ട പോലീസ് ഇതിന്റെ തുടർ നടപടികൾ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. അനിൽ നമ്പ്യാർ. സമൂഹ മാധ്യമങ്ങളിലൂടെ ശബരിമല അയ്യപ്പനെ അധിക്ഷേപിച്ച സംഭവത്തിൽ ആക്ടിവിസ്റ്റ് രഹന ഫാത്തിമയ്ക്കെതിരായ കേസ് നിർത്തിവെച്ച് പത്തനംതിട്ട പോലീസ്. വിവാദ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മെറ്റയിൽ നിന്ന് ലഭ്യമാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസിൻ്റെ തുടർ നടപടി നിർത്തിവെക്കുന്നത്. രഹന ഫാത്തിമയെ ഇതുവഴി പോലീസ് സംരക്ഷിക്കുകയാണ്. മിഥുൻ മുരളിയാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.